സെപ്റ്റംബർ 4 വിശുദ്ധ റൊസാലിയ. യേശുക്രിസ്തുവിനോടുള്ള അടക്കാനാവാത്ത സ്നേഹം മൂലം ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ഗുഹയിൽ കഴിഞ്ഞുകൂടിയ ഒരു രാജകുമാരി. അതെ, വിശുദ്ധ റൊസാലിയ. 1130 സിസിലിയയിലെ രാജാവായിരുന്ന സിനിബാൾഡിന്റെ മകളായി വിശുദ്ധ റൊസാലിയ ജനിച്ചു. അത്യാകർഷണമായ തന്റെ സൗന്ദര്യം ജീവന് തന്നെ അപകടം വരുത്തുമെന്ന സാഹചര്യത്തിൽ ഈ ലോകവാസം വെടിയുന്നതാണ് അഭികാമ്യമെന്ന് കന്യകാ മറിയം പ്രത്യക്ഷപ്പെട്ട് റൊസാലിയയോട് ആവശ്യപ്പെട്ടു. കേവലം 14 വയസ്സ് പ്രായമുണ്ടായിരുന്ന വിശുദ്ധ തൻ്റെ കുരിശുരൂപവും കുറേ പുസ്തകങ്ങളും എടുത്തുകൊണ്ട് രാത്രിയിൽ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടി. 2 മാലാഖമാർ, ഒന്ന് ആയുധധാരിയായ ഒരു യോദ്ധാവിന്റെ വേഷത്തിലും മറ്റൊന്ന് ഒരു തീർത്ഥാടകന്റെ കപട വേഷത്തിലും അകമ്പടി സേവിച്ച് വിശുദ്ധയെ ക്വിസ്കിറ്റ മലമുകളിൽ എത്തിച്ചു. മഞ്ഞു മൂടിക്കിടന്ന ഒരു ഗുഹാ കവാടത്തിൽ അവളെ ഉപേക്ഷിച്ച് അപ്രത്യക്ഷരായി. കുറെ അധികം മാസങ്ങൾ വിശുദ്ധ ഒളിവിൽ കഴിഞ്ഞുകൂടി. ഒരു ദിവസം മാലാഖമാർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മാതാപിതാക്കൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയെന്നും വേറെ ഒളിത്താവളം മാറാനും ഉപദേശിച്ച് വിശുദ്ധയെ പെല്ലിഗ്രിനോ മലയിൽ കൊണ്ടുപോയി മാലാഖമാർ താമസിപ്പിച്ചു. പ്രായശ്ചിത്ത കർമാഭ്യാസങ്ങളിൽ മുഴുകി ജീവിച്ച വിശുദ്ധ പരിശുദ്ധാരൂപിയുടെ പോഷണത്തിൽ 16 വർഷം അത്ഭുതകരമായി ആ ഗുഹയിൽ കഴിച്ചുകൂടി. 30ാമത്തെ വയസ്സിൽ നിര്യാതയായി. വിശുദ്ധ റൊസാലിയ പലർമോയുടെ ദേശീയ രക്ഷകയാണ്. 1625 പ്ലേഗ് ബാധയിൽ നിന്നും രാജ്യത്തെ വിശുദ്ധ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ഒട്ടനവധി അത്ഭുത പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. മാരകമായ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം.